കുറേ കാലമായിട്ട് ചെന്നൈയിൽ ജീവിച്ചതുകൊണ്ടും മീഡിയയിലൊക്കെ ജോലി ചെയ്തതുകൊണ്ടും ഈ സിനിമാക്കാരെക്കുറിച്ചും ഇവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിലുപരി ചുരുക്കം ചില ന്യൂസുകളൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചോർത്തി തരാറുണ്ട്. അങ്ങനെ ഞാൻ ഫിലിം ചാനലിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ മലയാളത്തിലെ പഴയ ഒരു സംവിധായകനിട്ട് പുതിയ പണി വരുന്നുണ്ട്, ആരോപണം വരുന്നുണ്ട്. പെണ്ണുങ്ങൾ കേസും വയ്യാവലിക്കിട്ടാൽ പോകും. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഒരു തൊപ്പിയൊക്കെ വെച്ച് വന്ന് സിനിമയിൽ സംവിധായകൻ, നിർമ്മാതാവ്, അഭിനേതാവ്, തിരക്കഥാകൃത്ത്, വേണ ഗാനരചയിതാവ് കൂടി അങ്ങ് ആയിക്കളയും. അതായത് സിനിമയുടെ എല്ലാ മേഖലയിലും ഒരുപോലെ പ്രാവീണ്യം തെളിയിച്ച കുടുംബ ചിത്രങ്ങളൊക്കെ ഒരുപാട് സംവിധാനം ചെയ്ത നമ്മുടെ ബാലചന്ദ്ര മേനോൻ എന്ന ചേട്ടൻ ഇന്ന് ആരോപണത്തിൻ്റെ നടുവിലാണ്. പിന്നെ ആരോപണം ഉന്നയിച്ച ആളെ നമുക്കൊക്കെ അറിയാമല്ലോ, മീനു മുനീറാ. അല്ല, എത്ര സത്യമുണ്ടെന്ന് അറിയില്ല, എന്നാലും പലപ്പോഴും നമ്മുടെ മേനോൻ ചേട്ടായിനെക്കുറിച്ച് ഒരുപാട് കഥകൾ സിനിമാ മേഖലയിൽ പണ്ട് കാലം മുതലേ പ്രചരിച്ചിട്ടുണ്ട്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയപ്പത്തിലുള്ള ചില നടിമാർ, കൊച്ചുപിള്ളേരെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇയാൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പെൺപിള്ളേരെ വിളിച്ചിട്ടേ അന്നത്തെ കാലത്ത് പ്രചരിച്ചതാണ്. മീനു മുനീർ പറയുന്ന നടിമാർ വേറെയൊക്കെ കേട്ടോ. പണ്ട് കാലത്ത് ഇദ്ദേഹം മലയാളത്തിലെ അതിപ്രശസ്തിയായ ഒരു നർത്തകിയായിട്ടുള്ള ഒരു സ്ത്രീ, പുള്ളിക്കാരി ഇപ്പം വലിയ നർത്തകിയായിട്ടിങ്ങനെ ജീവിക്കുന്നു, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അതേപോലെ ഉണ്ടക്കണ്ണുള്ള ഒരു നടി. പിന്നെ കമൽഹാസനെ ചുംബിക്കാൻ ശ്രമിച്ചു തള്ളി മാറ്റി, അതിൻ്റെ കലിപ്പിന് അവസരം കിട്ടിയപ്പം കമൽഹാസനെ ചെകിട്ട് തടിയൊക്കെ കൊടുത്ത് പതുക്കെ പതുക്കെ ഫീൽഡ് അങ്ങ് നിർത്തിപ്പോയ നടി. ഈ 3 പെൺപിള്ളേരെ ഇയാൾ എന്താ ചെയ്തേന്നറിയോ? ഇവരൊക്കെ ചെറിയ പിള്ളേരാ. ഇയാൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ റൂമിലോട്ട് ബാക്കി ചർച്ചയ്ക്കാണ്, അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങൾ, വേഷങ്ങളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ സ്റ്റഡി ക്ലാസ് നടത്താനായിട്ട് ഇയാളങ്ങ് വിളിക്കും. വിളിച്ചു കഴിഞ്ഞിട്ട് സിനിമാ മേഖലയിൽ പ്രചരിക്കുന്ന കഥയും ഇന്ന് കുറേ ചാനലിൽ വന്ന വാർത്തയും കൂടെ പറയുന്നു കേട്ടോ. നമ്മളിത് ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പണി വരുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പേര് പോലും ഇല്ലാണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇന്നെന്തായാലും അപ്പോൾ ഈ പെൺപിള്ളേരെ വിളിച്ചിട്ട് ഇയാളെ ഈ വക കാര്യങ്ങളൊക്കെ പറയും. കൊച്ചു പെൺപിള്ളേരല്ലേ, രാത്രിക്ക് വരുന്നവർക്ക് കേക്ക് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ ഭക്ഷണത്തിൽ ഇച്ചിരി വീര്യം കൂടിയ വൈന് കൊടുക്കുന്നു, ബിയർ, ഇങ്ങനെയൊക്കെ സിനിമ. അപ്പോൾ ഇയാളിത് കഴിക്കുന്ന പറയുമ്പോൾ അവർക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഈ വൃത്തികെട്ടവൻ ഈ 3 പെൺപിള്ളേരെയും ഒരേ സമയം കട്ടിലിൽ വിവസ്ത്രമായിട്ട് കിടത്തി ഇയാൾക്ക് ചെയ്യാനുള്ളതൊക്കെ അങ്ങനെ കാണിച്ചു കൂട്ടും. അപ്പോൾ ആദ്യകാലത്തെ നടിമാർക്ക് ഇതൊന്നും അറിയത്തില്ലെന്നും പിന്നീട് ഇത് പക്ഷേ ഈ തെണ്ടി ഇതെല്ലാം പുറത്തിറങ്ങി പറയും. ഇപ്പോൾ മീനു മുനീർ പറഞ്ഞ കഥ ഇതൊന്നും അല്ല. പുള്ളിക്കാരി പറഞ്ഞത് ഒരു എക്സ്ട്രീം ലെവൽ കൂടിയാണ്. പണ്ട് ഈ കേട്ട കഥയാണ് പറഞ്ഞു നിർത്തില്ല. അവരെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു, അവർ ചെല്ലുന്നു, 30 ദിവസത്തെ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ രാത്രിയായപ്പോൾ മേനോൻ ചേട്ടൻ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഇവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച 3 പെൺകുട്ടികളെ ഒരു കട്ടിലിൽ ഇവിടെ മനസ്സിലായല്ലോ, ബെർസ്യൂട്ടിൽ കിടത്തിയിട്ട് മേനോൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞു. പുള്ളിക്കാർ ഇത് കണ്ടുകൊണ്ട് നിന്നെന്നും ഒന്ന് ആലോചിക്കണം. അന്തസ്സുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഒന്നേ തെറി വിളിക്കും, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. പുള്ളിക്കാർ ഇത് കണ്ടു. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാർ പറഞ്ഞ ഇത് കാണാൻ വേണ്ടിയിട്ട് 2-3 പേരെ കൂടെ റൂമിൽ വിളിച്ചിരുത്തുന്നു. ചില ആണുങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ സിനിമയൊക്കെ ഫുൾ ടൈം ഷൂട്ട് ചെയ്തത് തങ്ങളെ ചിത്രീകരിക്കുന്ന മുഴുവൻ സിനിമയാണ്, അല്ലെങ്കിൽ ജീവിതം മുഴുവനുമേ സിനിമയാണെന്ന് ധരിച്ചെങ്കിൽ തങ്ങളുടെ വൈഭവം 10 പേര് കാണുമ്പോഴൊന്ന് അതിനൊരു സന്തോഷം കിട്ടുന്ന ചില ആളുകൾ കാണും. അതൊക്കെ മാനസിക വൈകില്ല കേട്ടോ, ഈ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ പുള്ളിക്കാർ കാണുന്നത് ഇദ്ദേഹം പരിപാടി ചെയ്യുന്നത് 3 പേരെ ആണുങ്ങളെ റൂമിൽ വിളിച്ചിരുത്തി ഇവരെല്ലാം കൂടെ കണ്ട് ആസ്വദിച്ചാണ് ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഈ കിടന്നു കൊടുക്കുന്ന പണി എനിക്ക് നാണമില്ലേ? എനിക്കതാണ് മനസ്സിലാകാത്തത്. എന്തേലും ഓട്ടെ. അത് കഴിഞ്ഞാൽ നീ ഇവിടെ വന്നിരിക്കുക, കണ്ടോളൂ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കുള്ള ട്രെയിനിങ്ങാണ്, നീ ഇത് കണ്ടു പഠിച്ചോളാനായിരിക്കും ഉദ്ദേശിച്ചത്. പുള്ളിക്കാർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മുനീർ ചേച്ചിനെ കുറിച്ച് വേറെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ മുകേഷ്, ജയസൂര്യ, ഇങ്ങനെയുള്ള എല്ലാ നടന്മാരൊക്കെ ഒരു ആരോപണമൊക്കെ പറഞ്ഞതാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ കസിനെ കൊണ്ടുപോയി കൊടുത്ത് പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെങ്കൊച്ച് വന്ന് പുറത്തിട്ട് കേസും പരാതിയൊക്കെയായിട്ടാണ് അതും സൈഡിൽ കൂടെ നടക്കുന്നുണ്ടേ. അപ്പോൾ എങ്ങനെയാണേലും പിന്നത്തെ ദിവസം മീനി ചേച്ചിയെ വിളിച്ചു. മീനി ചേച്ചിയുടെ കൂട്ടുകാരും ചെന്നു. ചെന്നപ്പോൾ പറഞ്ഞു
തുണി ഒരു കിടക്കൂ, നീ ഇത് കണ്ട് പഠിച്ചതല്ലേ, കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേണോ സാറേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി, കൂട്ടുകാർ നോക്കി, കുറച്ചാരി ഇവർ നോക്കി, ഇവർ കണ്ടും നോക്കി. സാറേ അങ്ങനെ വേണോ, പാടുണ്ടോ സർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നെന്നാ പറയുന്നത്. എങ്ങനെയാണെങ്കിലും അവസാനം സംഭവം എത്രേ ഉള്ളൂ, പുള്ളിക്കാരന് കലി വന്നിട്ട് അവസാനം പുള്ളി തന്നെ അങ്ങോട്ട് തുണി മാറി അവരുടെ മുന്നിൽ നിന്ന് എന്തെല്ലാം കൈക്രിയകൾ കാണിക്കാവോ അതൊക്കെ നടത്തി, പാലാഭിഷേകം വരെ നടത്തി, ഇവരുടെ ഡ്രസ്സിലും മുഖത്തും ശരീരത്തേക്ക് ഒഴിച്ചു. ഞാൻ കറപ്പായി അത്ര നേരം നിന്നേക്കുവാ. ഇതാണ് ഈ വൃത്തികെട്ട സാധനത്തെ ഈ വെളിപ്പെടുത്തൽ നടത്തി ഇവളെ വേണം ആദ്യമേ കൊല്ലുന്ന കളയാൻ. നാണം കെട്ടാൻ ജന്തു എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ആർക്കെങ്കിലൊക്കെ അബദ്ധം പറ്റിയാൽ സംഭവിച്ചു പോയാൽ പോലും ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നൊന്ന് ഇതൊക്കെ പറയാൻ തന്നെ ഒരു ഉളുപ്പ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മളൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്, ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ്, ഫണ്ണി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ, അതും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു ചെയ്തു, ഇങ്ങനെ കിട്ടു, എന്നിട്ട് ഞങ്ങളൊക്കെ അറപ്പായിട്ട് പോയി വേഗം വസ്ത്രം കഴുകി. അന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല. ഇത്രയും കാലത്തിന് ശേഷം അങ്ങേരെ ചാകാറായിട്ട് എവിടെയോ കിടപ്പില്ല. ആ സാഹചര്യത്തിൽ അത് 3 അറ്റാക്ക് കഴിഞ്ഞെന്നോ വലിയ മാരക രോഗത്തിന് വേറെ എന്തൊക്കെ അടിമയാണെന്ന് പറയണേ. അപ്പം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് മുനീർ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അങ്ങേരെ പിടിച്ച് അകത്തോടിടാൻ പോകാമെന്ന് കേൾക്കുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ പുതിയ പുതിയ കഥകൾ നമ്മുടെ സിനിമാ മേഖലയിൽ ഓരോ ദിവസവും പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെ മേനോൻ ചേട്ടനും കുരിശലായി. അപ്പം നല്ലൊരു പേര്, മീൻസ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സിനിമയ്ക്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന അദ്ദേഹവും മൂഞ്ചി തിരിഞ്ഞു വയസ്സനാങ്കാലത്ത്. ഇനിയിപ്പോൾ ആംബുലൻസിലോ അല്ലെങ്കിൽ കിടപ്പിൽ മൂക്കി കൂടെ ട്യൂബ് ഇട്ടിട്ടുള്ള വല്ല നടന്മാരും ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം കൊടുന്ന് ഇരുത്തി അവരെ കൂടെ വിസ്തരിക്കുമോ, പണ്ട് കാലത്ത് ചേട്ടൻ അവിടെ അത് ചെയ്തു ഇത് എന്നൊക്കെ പറഞ്ഞാലും ഇതാണല്ലോ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 20 കൊല്ലം മുന്നാണേലും 10 കൊല്ലം മുന്നാണെന്നുള്ളതും കാലപരിധി പ്രശ്നമൊന്നുമല്ല. നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിലും ഇനിയില്ലെങ്കിൽ വന്ന പെണ്ണുങ്ങൾ പറയാം എന്നെ പീഡിപ്പിച്ചു, എന്നെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളിതിന് പുറകെ പോകണം. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ യുവാക്കളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ആരെങ്കിലൊക്കെ പെണ്ണുങ്ങളെ നിങ്ങൾ പണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്കൊക്കെ ബഹുമാനത്തോടൊക്കെ ഇടപെട്ടു, അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണ്ട. ആരേലും വന്ന് നിങ്ങൾക്കിട്ട് സംസാരിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ നീ ഫോടി ഇല്ലേ പണ്ടത്തെ കാര്യം പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആട്ടാന്നൊക്കെ വിചാരിച്ചുകൊണ്ടേ പരാതി കൊടുത്താൽ നിങ്ങളുടെ കുടുംബവും തീർന്നു, മാനവും തീർന്നു, പിള്ളേരെ വിറുങ്ങണിയെല്ലാം അറിയും. അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും സംഭവം സത്യമെന്ന് എല്ലാവരും വിശ്വസിക്കും. അതുകൊണ്ട് ഈ പോക്സോ കേസ് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ പെണ്ണുങ്ങളെ മിസ്യൂസ് ചെയ്തെടുക്കണ്ടേ അടങ്ങി സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജീവിച്ചോളുക. പല പെണ്ണുങ്ങളുടെയും ഔദാര്യം കൊണ്ടും കരുണ കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ പലരും ഇന്ന് പോക്സോ കേസിനൊന്നും അകത്തോട്ട് പോകാത്തത്. ആ മര്യാദയും ബഹുമാനവും ഒക്കെ ആ സ്ത്രീകൾക്ക് കൊടുത്തേക്കുന്നത് വളരെ നല്ലതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ പുതിയ വിഷയമായിട്ട് നമുക്ക് കാണാം കേട്ടോ.